ഹായ് മച്ചവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി ഒരു ആമ്പൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് നടണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആമ്പൽ നടുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത് മച്ചവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ആമ്പൽ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്ത് തന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു കുളത്തിൽ നിന്ന് അവരെടുത്തതാണ്. അപ്പോൾ ഇത് ഒത്തിരി വലിയ ഇലയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് അവരിത് എനിക്ക് തന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ ഫ്രിഡ്ജിൻ്റെ കവറിലാണ് നമ്മൾ ആമ്പലിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ വളമോ അത് പോയിട്ട് എല്ല് പൊടിയോ അങ്ങനെയൊക്കെ ചേർക്കാം. പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ചാണകപ്പൊടി ഒരു ലെയർ ഇത്തിരി നനഞ്ഞതാണ്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പുറത്ത് നമുക്ക് മണ്ണ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കടുത്തിന് മണ്ണ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ അത് നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തു. മാക്സിമം നിങ്ങൾ മണ്ണെടുക്കുമ്പം അധികം കല്ല് ഗ്രാവലോ അങ്ങനെ ഇല്ലാത്ത മണ്ണുകൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ അത് ഞാനെടുത്തിട്ട് കുറച്ച് കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കല്ലെല്ലാം ഒന്ന് പിറക്കി മാറ്റുന്നതായിരിക്കും. അങ്ങനെ അത് കല്ലൊക്കെ പിറക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ആമ്പലിൻ്റെ ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നേരെ ആമ്പൽ ഡയറക്റ്റായിട്ട് നമ്മളെ ആ ചാണകപ്പൊടിയിൽ അതിൻ്റെ വേര് തട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടിയിൽ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറമെ നമ്മൾ ഒരു ലെയർ മണ്ണിട്ടിട്ട് അതിൻ്റെ ആ മണ്ണിൻ്റെ മുകളിൽ വേണം നമ്മളിങ്ങനത്തെ വലിയ ആമ്പലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ലെയർ മണ്ണൂടെ സെറ്റ് ചെയ്ത് ആമ്പലിൻ്റെ ആ ചുവടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിക്കണം. നല്ല ഉറപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നമുക്ക് പണി ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഇത് ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ കുളത്തിൽ നിന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചാണകപ്പൊടി ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചിലർക്കൊരു ഡൗട്ടുണ്ട്, ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ മൂഡ് കംപ്ലയിൻ്റ് ആവുമെന്ന്. അങ്ങനെ ഒന്നും വരത്തില്ല. കാര്യം നമ്മളിതിന് മുൻപ് ഇതേപോലെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരൻറ്റിയോടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ലെയർ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്തു. മാക്സിമം ഉള്ള പുറമേ ഉള്ള കാണുന്ന കല്ലുകളെല്ലാം നമ്മൾ മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് നമ്മളിനി അതിൻ്റെ കറക്റ്റ് ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഒരു ആമ്പലായതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ നിങ്ങളും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും വലിയ ആമ്പലായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചുവട് മാത്രമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇലയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. കാര്യം നമുക്കത് ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി കിട്ടാനുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾ നേരത്തെ ഫസ്റ്റത്തെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് ഒത്തിരി മുട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ചെടി നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മളല്ലാതെ ഉള്ള ആമ്പലും താമരയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഥവാ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം കാശൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ഇതുപോലെ കുളങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് വീടുകളിൽ സെറ്റ് ചെയ്യാം എന്നൊന്നും മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള ആമ്പലും ഇതുപോലെ താമരയൊക്കെ നമുക്കിപ്പം നല്ല സുഖമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ചെടി നഴ്സറിയിലെല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സീഡ് വാങ്ങിച്ച് നമുക്ക് കിളിർപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീഡൊക്കെ മേടിച്ച് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിനി വെള്ളം നിറയ്ക്കണം കേട്ടോ. അപ്പം വെള്ളം നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും മാക്സിമം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെള്ളം കുറേശ്ശെ 4 സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഒന്ന് വെള്ളം ഒഴിച്ച് വേണം എടുക്കാനായിട്ട്. എങ്കിലും വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് മങ്ങി തന്നെ കിടക്കത്തുള്ളൂ. കാര്യം അത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം നല്ല തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനങ്ങനെ മാക്സിമം ഒക്കെ ഇതേപോലെ നമ്മളിതേ സൈഡിലൊക്കെ വെള്ളം ഒഴിച്ചു, ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ.